स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए जाम पतीरा मूवी के पोस्ट इंटरवल सीन का रिएक्शन। और लास्ट सीन में हमने देखा कि इस तरीके से इनका मतलब अब ये हुआ कि बस एक स्कल्पचर मिला है, बस जो मतलब आप पूरी मूवी देख रहे हो उसमें इंटरवल तक तो बस इतना पता लग रहा है एक स्कल्पचर है, उसके पास अब शायद कुछ इन्फॉर्मेशन हो कि भाई उससे कौन ये खरीदने आता है या फिर वो खुद वो है। वो तो मुझे नहीं लगता कि भाई स्कल्पचर भी इतना अच्छा होगा और साथ के साथ देखा जाए तो वो एक हैकर भी इतना अच्छा होगा। इतनी अगर सारी क्वालिटीज है उसके अंदर तो पता नहीं। सच में मुझे भी ये लगता है। मुझे लगता है अब इसको पकड़ने के लिए ना खुद को जबरदस्ती शिकार करवाना पड़ेगा, पर जरूरी नहीं है ना वो आपको ही शिकार करे। और वही है, अब देखा जाए तो अब उसका कहीं ना कहीं नजर इनके ऊपर भी आ चुकी है, क्योंकि अब इनके घर सीधा उसने बॉडी भिजवाई थी और वो दो आदमी कौन थे वो भी अगर पता लग जाते तो बहुत इन्फॉर्मेशन मिल सकती थी। तो देखते हैं फिर क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। ശില്പി വീട്ടിൽ തന്നെയുണ്ട് മാഡം. ഞങ്ങൾ രാത്രി മുഴുവൻ പുറത്തുണ്ടായിരുന്നു, എങ്ങും പോയിട്ടില്ല. ഇപ്പൊ അയാൾ അയാളുടെ വീട്ടിലെ പണിശാലയിലുണ്ട്. चलो बढ़िया, पकड़ो भाई को। പോലീസുകാരാണല്ലേ? പുറത്ത് ബൂട്ടിന്റെ ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. वेट कर रहा था ये। ആ പ്രതിമയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കൊച്ചിയിലെ തുടർ കൊലപാതകങ്ങളുടെ വാർത്ത അറിഞ്ഞപ്പോ ഞാനത് ആഗ്രഹിച്ചിരുന്നു. ആ പ്രതിമകൾ ഉണ്ടാക്കിയ ശില്പി ഞാനാണ്. तो बताया क्यों नहीं खुद से? ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് ഒരാൾ എന്നെ കാണാൻ വന്നു. ഒരു 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ. 40-45 year old. നീതിദേവത കണ്ണു തുറന്നിരിക്കുന്ന പ്രതിമകൾ ചെമ്പിൽ ചെയ്തു കൊടുക്കണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. മലയാളത്തിലുള്ള മുഖമായിരിക്കണമെന്നും പറഞ്ഞു. ഒരേ ഒരു ഡിമാൻഡ് മാത്രം വെച്ചു. ഉണ്ടാക്കിയത് ആരാണെന്നോ എവിടെയാണെന്നോ മനസ്സിലാക്കാവുന്ന ഒന്നും ആ പ്രതിമയിൽ പാടില്ല. ആ ഡിമാൻഡ് അല്പം സ്ട്രേഞ്ച് ആയി എനിക്ക് തോന്നി. പിന്നെ കലയുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. പ്രതിമ പൂർത്തിയായി വന്നപ്പോ എനിക്ക് എന്റെ കൈമുദ്ര അതിൽ പതിപ്പിക്കാതിരിക്കാൻ തോന്നിയില്ല. കാർബണേറ്റ് മിക്സ് ചെയ്ത് ആ പ്രതിമയുടെ അരക്കെട്ടിന് താഴെ ഞാൻ എന്റെ കൈമുദ്ര ചാർത്തി വെച്ചു. പിന്നെ ഒരു പെരുമഴക്കാലത്ത് അയാൾ വന്നു. പറഞ്ഞതിലധികം പൈസ തന്ന് പ്രതിമയുടെ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. എന്നിട്ട് അന്വേഷിക്കാം. കാര്യമില്ല. അയാൾ പ്രതിമകൾ വാങ്ങാൻ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ സുന്ദരൻ. അയാൾ സൺഗ്ലാസ് വെച്ചിരുന്നു. പോകാൻ നേരം ആ സൺഗ്ലാസ് എനിക്ക് തന്നു. ആളെ തിരിച്ചറിയാതിരിക്കാൻ അവരെടുത്തു. ഏതോ ദ്രാവകം എന്റെ കണ്ണിലേക്ക് ഒഴിച്ചു. മൈഥിലി കോയമ്പത്തൂർ കോളേജിൽ പഠിപ്പിക്കുന്നു. പ്രതിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ FB പോസ്റ്റ് കണ്ട് സ്റ്റേഷനിൽ വന്നിരുന്നു. പിന്നെന്താണ് ആരുടെ അടുത്തൊന്നും പറയാണ്ട് പോയി കളഞ്ഞത്? സർ, ഞാനന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്കൊരു ഇന്റർനെറ്റ് കോൾ വന്നിരുന്നു. അത് ഒരു ഭീഷണിയായിരുന്നു. പ്രതിമയെ പറ്റി എങ്ങാനും ഞാൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പേടിച്ചിട്ട് ഇറങ്ങി പോന്നതാ. മാഡം പറയുന്നത് ഞാൻ കേട്ടു. ഒരു രേഖാചിത്രം വരച്ചാൽ തന്നെ അത് അയാളാണെന്ന് പറയാൻ പോലും ഈ അവസ്ഥയിൽ അച്ഛനെ കൊണ്ട് കഴിയില്ല. വി ആർ എക്സ്ട്രീംലി സോറി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അവരെന്നെ കൊണ്ട് 5 പ്രതിമകൾ ഉണ്ടാക്കിച്ചു. 5 എണ്ണം. 3 പേര് അവർ കൊന്നു. ബാക്കി 2 പേർ കൂടി. स्टोरी क्या है वो नहीं समझ आ रही. क्यों 5 ही क्यों? Okay, Mr. Sudhakar. Thank you for your time. സെക്യൂരിറ്റി ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഐ കൻ അഷ്യൂർ യു ദാറ്റ്. അവരെക്കുറിച്ച് എന്തെങ്കിലും കോൺടാക്റ്റോ ഇൻഫർമേഷനോ കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കണം. ഓക്കെ മാം. ഇറങ്ങട്ടെ. ശരി. सिक्योरिटी का अश्योरेंस कैसे दोगे? तुम्हारे पीछे से किसी को मार के गए हो. എൻ്റെ കാർഡാണ്. എന്തെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് കൗൺസിലിംഗ് ഹെൽപ്പ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ശരി. താങ്ക് യു. अभी भी एक पड़ी है. അയാളുടെ കണ്ണിന്റെ ये बात इन्होंने क्यों नहीं बताई? അയാളെ ചികിത്സിച്ച ഡോക്ടറെ പോയി കാണുക. അത് കഴിഞ്ഞ ഉടനെ എന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ? അതും അങ്ങനെ ഒരു ഡെഡ് എൻഡ് ആണല്ലോ അൻവറെ. We badly need another plan.
മാം എനിക്കൊരു ഐഡിയ ഉണ്ട്. ഫോൺ നിലത്തുണതിന് ശേഷമാണ് കില്ലർ എല്ലാവരെയും കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ ഏത് ഫോൺ നിലത്ത് വീണാലും ഇവിടെ നമുക്കൊരു മെസ്സേജ് വരും. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള സെൻസേഴ്സ് ഉണ്ട്. GPS, മാഗ്നറ്റോമീറ്റർ, ടച്ച് സ്ക്രീൻ, നമുക്കൊരു ഫോണിന്റെ ചലനം ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ആക്സിലറോമീറ്ററിന്റെ ഒരു പ്ലഗിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലഗിൻ നമ്മുടെ ഇവിടുത്തെ കേരള പോലീസിന്റെ ഒഫീഷ്യൽ ആപ്പിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ഇനി എന്തെങ്കിലും അൺയൂഷ്വൽ മൂവ്മെന്റ് ആ ഫോണിൽ നിന്ന് വരികയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷനും വരും. ബട്ട് ആൻഡ്രൂ, നമ്മുടെ എല്ലാ മൂവും ഇങ്ങനെ വാച്ച് ചെയ്യുന്ന കില്ലർ ഇത് മനസ്സിലാക്കില്ലെന്നാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു മാഡം. ഡെസ്പറേറ്റ് ടൈംസ്, ഡെസ്പറേറ്റ് മെഷേഴ്സ്. He's quite smart. അയച്ചോളൂ. ഫിനിഷ്. ഓക്കെ സാർ, ആപ്പ് റെഡി. ഇനി ആരുടെ മൊബൈൽ ഫോൺ നേരത്തെ വീണാലും നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരും. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. സാറേ, ഇത് പറഞ്ഞാൽ ഞാൻ ഒരു 4-3 കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ 4-5 ലക്ഷം രൂപ കിട്ടും. ആ പണി മാന്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്, അറിയോ? लीगल काम करते तो ये सब जरूरत ही नहीं पड़ती. बंदा अच्छा है वैसे. ओ ये He's the man. कौन है ये? वो young लग रहा है. एक बोलो ना, एक यंग मैन है बहुत अच्छा दिखने बहुत वाला, सुंदर. और एक 40-year-old. बाप बेटे हो सकता है. മോനെ എല്ലാം നന്നായിട്ട് ഓർത്തിക്കോ. ഇനി വീഡിയോ ഡോക്യുമെന്റ് ചെയ്തില്ലാന്ന് മേലാഫീസർമാർക്ക് പരാതി വേണ്ട. എടോ റാഫി, ഞാൻ നോക്ക്, എനിക്ക് ഉറക്കം പറ്റില്ല, ഞാൻ പോവാം. कार में कौन है? വണ്ടി വരുമോ? अरे ये फिर वही वैन. जंपिंग वाली ना. हाँ, ये वैन भी काम की है. अगला निशान है ये पुलिस वाले. ओके, पुलिस वाला गाड़ी आ गया, वो अभी बुलाएगा हमको. अपार्टमेंट क्लीन किया? किया सर. अच्छा किया? अच्छा किया सर. पान है तेरे पास? नहीं है सर. क्या ये क्या है? एक ही पैकेट है सर. आहा, सिर्फ एक ये ही. यूज नहीं करने का मालूम है ना तेरे को? मालूम है सर. हैं? खुद खा रहे अंदर डालेगा मैं, एक ही है सर. बाद में गाँव नहीं देखेगा तू. जा दे दो ना सर. जा रे. अरे ऐसे कौन ट्रीट करता साला है? चोर है कहीं का. पान मसाला चोर फ्री की चीजों का शौक. कोई है अंदर, ऐसा लग रहा है. हाँ. यहाँ तो कुछ मिलेगा उनको. अबे यार, ये फोन अपना खुद चार्जिंग में रख रहे हैं तो गिरेगा भी नहीं. हाँ. हट यार. अरे खाना वाना सब कुछ. आ गया हो. He's here. फोन उठाओ, फोन उठाओ, फोन उठाओ, फोन उठाओ. वहीं पे ही खड़ा होगा ना पर. ओ मुझे भाई, पता था स्टिल में चिल्लाई. ओह गॉड. मेरे को तो बाहर जाके मिलेगा. नहीं मुझे पता था. अरे ये हेलो, मिलेगा. कौन है यार? ओ मारा. मार दिया उसको. ओ वाह, ये फाइट कर पा रहे हैं. कुछ ट्रैक कर सकते हैं, कुछ मैसेज, कुछ भी नहीं. मारो 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 मारो. अरे यार. फोन गिरने की आवाज नहीं है? नोटिफिकेशन. നീ ആ വണ്ടി കേസ് വിടണ്ട ആൻഡ്രൂ. ഇല്ല സാർ, നമുക്ക് സംശയിക്കാവുന്ന വിധത്തിലുള്ള മിനിമം ഒരു വണ്ടിയെങ്കിലും നമ്മുടെ തടയും ഉറപ്പാണ്. ഇത് ഒരു മൊബൈൽ വിട്ടുണ്ടല്ലോ. സർ, കോൾ ദാറ്റ് നമ്പർ റൈറ്റ് നൗ. എടുക്കുന്നില്ല. चलो. സർ, കാക്കനാടാണ്. NGO ക്വാർട്ടേഴ്സ്. ഐ തിങ്ക് ഹീസ് ഇൻ ട്രബിൾ. Oh, they're taking him. पकड़ो पकड़ो. ये इससे देख लिया किसी ने.
अरे भाई उसको देखते हुए नहीं दिखना था। अबे यार चुप रहे, मार दूंगा। अरे पर अब थोड़े थोड़े क्लूज मिलेंगे इस बार। फिजेट स्पिनर। കസ്ബ സ്റ്റേഷൻ സിഐ ശരത് ചന്ദ്രനാണ് മിസ്സിംഗ് മാഡം. നാലാമത്തെ ആളാണോ? നാലാമത്തെ പോലീസുകാരൻ. I can't handle this anymore. Where are we going wrong? എവിടെയാണ് നമുക്ക് പിഴച്ചോണ്ടിരിക്കുന്നത്? നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു സ്ഥിരം പാറ്റേൺ അല്ലല്ലോ സർ. ഇത്തവണ ബലപ്രയോഗം നടന്ന് കാണണം. അകത്ത് കസേരയൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. തല്ലി ബോധം കെടുത്തി എടുത്തുകൊണ്ട് പോകാനാണ് സാധ്യത. ഈ ബിൽഡിങ്ങിൽ ആരും ഒന്നും കേട്ടിട്ടില്ലേ? ശബ്ദം പോലും ആരും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കറണ്ട് പോയി എന്നൊക്കെയാ പറയുന്നത്. പേടിച്ചിട്ടായിരിക്കും. എത്ര ചോദിച്ചാലും ഒരേ മറുപടി തന്നെയാ പറയുന്നത്. നിങ്ങളൊന്നും കണ്ടില്ല, ഇവിടെ ശബ്ദമൊന്നും കേട്ടില്ല ആരും. എല്ലാരെയും വീണ്ടും സ്ട്രോങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ തവണ പാറ്റേൺ ഡിഫറെന്റ് ആയ സ്ഥിതിക്ക് പോലീസുകാരോട് വിരോധമുള്ള വല്ലവന്മാരും പണി നടത്തി ഇവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ മാഡം? No. मुझे लगा पुलिस बुलवा लेगी उनमें से किसी से। ये कौन है? कि वे आंखें नहीं है क्या? Please stand away from the doors. ये नॉर्मल सी मेट्रो को इतना डरावना क्यों दिखाया हुआ है? अब इन्होंने क्या किया है यार? खैर अभी तो दिन है, दिन दहाड़े तो कुछ नहीं किया इन्होंने। अच्छा चेकिंग करने आई है। ये अकेले क्यों छूट गए? मुझे तो लग रहा है ही इज डेड। ऐसे बिठा के रखा है इसको। സർ बांधा हुआ है पीछे से, देखा? കേസിൽ കഴിഞ്ഞ ദിവസം മിസ്സിംഗ് ആയ സിഐ ശരത്ചന്ദ്രന്റെ മൃതദേഹം ആലുവ മെട്രോ സ്റ്റേഷനിലെ ട്രെയിനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. कैसे वो पार्सल पहुंचाते हैं अपना? മൃതദേഹം കണ്ടെത്തിയത് പുതപ്പിനുള്ളിൽ ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ച രീതിയിൽ നിധിദേവത പ്രതിമ ഉണ്ടായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. അറിഞ്ഞു സർ, കണ്ടോണ്ടിരിക്കുകയാണ്. അതെങ്ങനാ ബാക്കിയുള്ളവരാണല്ലോ സമാധാനം പറയുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടക്കുന്നിടത്തേക്കെങ്കിലും എഴുതുള്ളൂ. ഇറങ്ങാണ് സർ, ഇറങ്ങാണ്. ये लेडी कौन है जो छोड़ने आई थी? वो लेडी नहीं है ये। तो How dare? क्या? और वो पता है ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. सामने से उसने मिरर में दिखाया, ओ सीसीटीवी में जान के अपनी शक्ल दिखाई। लग तो नहीं रही। മെട്രോയിൽ CCTV ഉണ്ടെന്ന് അവർക്കറിയാം. എന്നിട്ടും പബ്ലിക് വിസിബിലിറ്റി കൂടിയ ഏരിയയിൽ ഇനിയിപ്പോ ഇവളുടെ പുറകെ നമ്മൾ പോകുന്ന ഉറപ്പുവരുത്താനുള്ള ശ്രമം, വേറൊരു ഡീകോയ്, ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അല്ലേ? നമുക്ക് വേറെ വഴിയില്ലല്ലോ പ്രദീപ്. അരുൺ, റിലീസ് ഫോട്ടോഗ്രാഫ് എല്ലാ സ്റ്റേഷനിലേക്കും മീഡിയയ്ക്കും കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡാറ്റാബേസും തിരയണം. മാം, ഈ ഫേസ് റെക്കഗ്നിഷൻ ആപ്പ് വല്ലതും യൂസ് ചെയ്തിട്ട് മുഖം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആൻഡ്രൂ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗൂഗിൾ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നത്തിങ് മോർ ദാൻ ദാറ്റ്. മാഡം എക്സ്ട്രീംലി സോറി, എനിക്ക് പുതുതായി ഒന്നും പറയാനില്ല. നാലാമത്തെ ആളും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഡിറ്റോ പാറ്റേൺ ആണ്. കിഡ്നാപ്പ് ചെയ്യുമ്പോണ്ടായ ചെറിയ പരിക്കുകൾ ഒഴിച്ച് മറ്റൊന്നുമില്ല. ഇനി പുതുതായി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനാണെങ്കിൽ വിഗും മേക്കപ്പ് മാത്രമാണ്. अच्छा इसको मेकअप दिया था भाई ये? मेकअप मतलब मेकअप किया था? विग और उसको मेकअप लगाई थी ताकि वो पहचान में ना आए ना जल्दी। आया कमिश्नर। ഈ സിനാരിയോ മൊത്തം വഷളായിരിക്കുകയാണ്. പ്രസ് നമ്മളെ പച്ചയ്ക്ക് തിന്നുന്നു. ഇനഫ്. ഐ ആം സോറി. ഐ ആം ഷട്ടിംഗ് യു ഡൗൺ. സർ പ്ലീസ്. തൽക്കാലം ഈ അന്വേഷണത്തിൽ നിന്ന് ഈ ടീമിനെ പിരിച്ചുവിടുന്നു. കേന്ദ്രം കുറച്ച് സൗദി എടുത്ത് വിശ്രമിക്കും. But sir, we have a replacement team. Meet Mr. Prakash Siddhar. He will be leading the team. Pradeep, sir. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രകാശിന് കൈമാറണം. Yes sir. And you clear out your office as soon as possible. Oh. Prakash. Sir. Pradeep, sir. You alone come with me. Sir. पूरी इनकी टीम वेस्ट. अब കസബ സി ശരത്ചന്ദ്രന്റെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? നീതി ദേവത കേസിൽ നമുക്ക് നഷ്ടപ്പെടുന്ന നാലാമത്തെ പോലീസ് ഓഫീസറാണ് ശരത്ചന്ദ്രൻ.
एक बाकी है. കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയോ ഖേദകരമായ വസ്തുതയാണ്. ആ യാഥാർത്ഥ്യം മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ അന്വേഷണത്തിന് പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അവരെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. മിസ്റ്റർ പ്രകാശ് സിദ്ധാർ ഇദ്ദേഹമാണ് ടീമിനെ നയിക്കുന്നത്. ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഫർദർ അപ്ഡേറ്റ്സ് will be given by പ്രകാശ് സിദ്ധാർ. താങ്ക് യു. പ്രദീപ്, ഒരു ലാസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. നമ്മുടെ ശരത്ചന്ദ്രന്റെ ബോഡി ഫ്ലൂയിഡ്സ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് നമ്മുടെ സ്ഥിരം ഉറക്ക ഗുളികയായ സോൾപിഡം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം ബീറ്റാ ബ്ലോക്കർ മരുന്നായ ടെനോർമിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നല്ല ഹൈ BP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ രക്തത്തിൽ നിന്ന് കിട്ടിയ ആ ബീറ്റാ ബ്ലോക്കർ മരുന്ന് അയാൾ അത്യാവശ്യം നല്ല ഡോസേജ് തന്നെ കഴിച്ചിട്ടുണ്ട്. उससे क्या होगा? गुड नाइट. बीटा ब्लॉकर वो है क्या पर? बीपी को कंट्रोल करने के लिए बोल रहे थे. സോൾപിഡം, ബീറ്റാ ബ്ലോക്കർ. मतलब മാഡം, ഷോക്ക് ഇൻഡ്യൂസ്ഡ് ഹിപ്നോസിസ്. വാട്ട്? നമുക്ക് ഇതുവരെ കിട്ടാതിരുന്ന ബ്രേക്ക് ത്രൂ. ഇരകൾ അങ്ങനെ സ്വമനസാലെ ഒരു സ്ട്രഗിൾ പോലും ഇല്ലാതെ കൊലയാളികളുടെ കൂടെ പോകുന്നു. ദാറ്റ് മിസ്റ്ററി ഈസ് സോൾവ്ഡ്. They were hypnotized. ശരീരത്തിൽ കണ്ട സോൾപിഡം എന്ന ഡ്രഗ് ഒരു ഉറക്ക ഗുളിക മാത്രമല്ല, വളരെ റയർ ആയിട്ടുള്ള കേസുകളിൽ അതൊരു ഹിപ്നോട്ടിക് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. अब बेचारे की जॉब चली गई. अब उसको ധരിച്ചെത്തി അതോടെ ഇരകളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ മുൻകൂട്ടി എത്തിച്ചിരുന്ന ഡ്രഗ് ആക്ടിവേറ്റ് ആവും. തുടർന്ന് ആ ഷോക്കും ഡ്രഗും മുതലെടുത്ത് അവർ ഒരു ഹിപ്നോവീലിന്റെ സഹായത്തോടെ ആ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടാവാം. ഹൈലി ഇൻവെന്റീവ് ബട്ട് ഡേഞ്ചറസ്. ഈ ഡ്രഗ് ആക്ടിവേറ്റ് ആയില്ല, കാരണം അയാൾ ഓൾറെഡി അതിന്റെ കൗണ്ടർ ഡ്രഗ് ഉള്ള ബീറ്റാ ബ്ലോക്കർ കഴിക്കുന്നുണ്ട്. സോ ഹിപ്നോസിസ് വർക്കായില്ല, അയാൾ ഉണ്ടായി. അതാണ് സംഭവിച്ചത്. മാഡം, ഒരു സാധാരണ സീരിയൽ കില്ലറുമായിട്ടല്ല, മനുഷ്യ മനസ്സുകളെ ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇന്റലിജന്റ് ആയ ഒരു സൈക്കാട്രിക് ജീനിയസുമായിട്ടാണ്. അത് മെട്രോയിൽ കണ്ട പെൺകുട്ടി ആവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം. താനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നാട്ടിൽ എത്രയോ പേർക്ക് സൈക്കോളജി അറിയുന്നുണ്ടാവും, എത്രയോ പേര് പല വഴി കൂടെ ഹിപ്നോട്ടിക് സ്കിൽസ് നേടിയിട്ടുണ്ടാവും. पर ये तो पहचाना जा सकता है, इतने लोग नहीं होंगे. പറഞ്ഞാ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. बहुत रेयर है. ബട്ട് യാ, ഇറ്റ്സ് എ ഗുഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ. താൻ പുതിയ ടീമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. इन्होंने तो पूरा हाथ छोड़ दिया. आई एम हेल्पलेस. मुझे बहुत बुरा लग रहा है मैम के लिए. आई थिंक ये बहुत इंपॉर्टेंट पॉइंट है, बिकॉज अभी कहीं ना कहीं ये ढूंढ सकते हैं. बिकॉज जैसे अभी अगर अब मेरे शहर में भी सर्च करो साइकोलॉजिस्ट को या किसी को भी, एक लिमिटेड हैंड फ्यू लोग ही होते हैं ऐसे मिलते हैं, या फिर अगर कोई हिप्नोटिस्ट हो तो और रेयर है. ये कोई ऐसा नहीं है कि हर कोई सीख रहा है या हर कोई कर पा रहा है. सच में मुझे भी लग रहा है बहुत ही रेयर है. बिकॉज इनिशियली हमने तो गैस किया था कि बिकॉज जैसे इसने ये पॉइंट हाईलाइट किया था कि वो लोग डर नहीं रहे, शॉक नहीं हो रहे, कुछ चीख चिल्ला नहीं रहे, मतलब वो कहीं खो से जाते हैं. देख के हम लड़की के बारे में मजाक करते, हो सकता है कोई लड़की सुंदर सी हो, पर ऐसा कुछ भी नहीं. वो हिप्नोटाइज कर लेते हैं, विच इज़ वेरी रेयर. ये तो मुझे लगता था रियल में तो पॉसिबल ही नहीं था. मुझे लगता है ये तो सिर्फ कहानियाँ ही हैं. हाँ, वो वहाँ पे वो शॉक करता है और उसी टाइम पे वो मेडिसिन के साथ सब जो उनको पूरा हेलुसिनेट, मतलब वो घुमा देते हैं अंदर ही, और उस तरीके से फिर वो आराम से चले जाते हैं. वरना वही समझ नहीं आता कि ऐसे इतनी आराम से कोई कैसे जा रहा है. अब ये केस कैसे सॉल्व होगा, और ऊपर से इनके लिए और हार्ड हो गया बिकॉज अब ये तो टीम से भी बाहर हो चुके हैं. सो आप लोग कैसे लगा भाई कमेंट सेक्शन में जरूर बताइएगा. तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए, सब्सक्राइब करिए. बाय.